സ്തോത്രം. എസ്തർ 4:16 ഇങ്ങനെ വായിക്കുന്നു. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് എസ്തർ എടുത്ത ഒരു തീരുമാനത്തെയാണ് നമ്മളോട് വായിച്ചു കേട്ടത്. രാജാവിന്റെ മുമ്പിൽ ചെല്ലുക, അല്ലെങ്കിൽ സിസ്റ്റത്തിന് മുമ്പിൽ അവിടെ അവള് പറയുന്നൊരു കാര്യമുണ്ട്. നിയമപ്രകാരമല്ലെങ്കിലും അവൾക്ക് അനുവദനീയമായിരുന്ന സമയത്തല്ല അവൾ പോകാൻ ഉറച്ചത്. പക്ഷെ എങ്കിലും എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതിനു മുന്നേ മൊർദെഖായുമായിട്ടുള്ള സംഭാഷണം അവിടെ മുന്നേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊർദെഖായോട് ചില കാര്യങ്ങൾ പറയുന്നത് അവിടെ നാം വായിക്കാൻ സാധിക്കും. സ്തോത്രം. അവളെടുത്തൊരു തീരുമാനം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അതോറിറ്റിയോട് അവൾ സംസാരിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് ഹല്ലേലൂയ ഏറ്റവും വലിയ അതോറിറ്റിയായ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു സമർപ്പണത്തെ എസ്തർ ഇവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം പിന്തുടരേണ്ട ഒരു വലിയ പാതയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതയാണ് ആസ് എ സ്പിരിച്വൽ ബീയിങ്, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ പിന്തുടരേണ്ട വലിയൊരു കാര്യത്തെയാണ് ഇവിടെ എസ്തറിലൂടെ ഈ എസ്തറിന്റെ ജീവിതത്തിലൂടെ ദൈവം തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പം സിസ്റ്റം എന്നല്ല, ഗവൺമെന്റ് എന്നല്ല, ഏത് ലീഡർഷിപ്പ് ആയിക്കോട്ടെ, മറ്റാളുകളായിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മളാൽ പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല എന്ന് തോന്നുന്ന ഒരു വിഷയത്തിന് മുൻപ് നമ്മൾ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ, കോൺഫിഡൻസോടെ നമുക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ എസ്തർ ചെയ്തതുപോലെ ഹല്ലേലൂയ കാലുകളെ, അല്ലെങ്കിൽ നമ്മുടെ കാൽമുട്ടുകളെ ദൈവസന്നിധിയിൽ മടക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ അതിനു മുൻപിൽ പോയി നിൽക്കുവാൻ, സംസാരിക്കുവാനുള്ള അധികാരവും അഭിഷേകവും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തീർച്ചയായിട്ടും പകർന്നു തരും. അപ്പോൾ തന്നെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിടുതലും കർത്താവ് വിഷയത്തിൽ തരുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഞാൻ വിചാരിക്കുക എസ്തർ ഇവിടെ പോയി ഉപവസിച്ചത്, അല്ലെങ്കിൽ തന്റെ തോഴിമാരെല്ലാരോടും പറഞ്ഞ് ഉപവസിക്കാൻ ഇടയായത് ഒരു പേടി കൊണ്ടൊന്നുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. പരാജയപ്പെടുമോ എന്നുള്ള ഭീതി കൊണ്ടല്ല. സ്തോത്രം. പക്ഷെ ഇറ്റ് വാസ് എ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്. ആ പ്രയാസത്തിൽ നമുക്ക് പുറത്തു വരാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്. ശരിക്കും പ്രയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളതിനൊരു സ്ട്രാറ്റജി ആയിട്ടാണ് കാണേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരു ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടല്ല. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി. ഹല്ലേലൂയ. നമുക്കെതിരെ നിൽക്കുന്ന ആ മണ്ഡലം, അന്ധകാര മണ്ഡലം എന്തു ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അത് പല സ്ട്രാറ്റജീസിലൂടെയാണ് നമ്മൾക്കെതിരെ നിൽക്കുന്നത്. പല സ്ട്രാറ്റജി ഉണ്ട്. അപ്പം ആ സ്ട്രാറ്റജിയെ പൊളിക്കുന്ന സ്ട്രാറ്റജി ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ള പ്രാർത്ഥന എന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ ശക്തിപ്പെടുമ്പോൾ ഹല്ലേലൂയ നമുക്കെതിരെ നിൽക്കുന്ന സ്ട്രാറ്റജികളെല്ലാം പരാജയപ്പെടാൻ തുടങ്ങും. സ്തോത്രം. അതുകൊണ്ട് എസ്തർ ചെയ്തതുപോലെ ഹല്ലേലൂയ അവൾക്ക് മുന്നിലുള്ള അധികാരത്തോട്, ധൈര്യത്തോട്, കോൺഫിഡൻസോടെ സംസാരിക്കാൻ അവളെ ബലപ്പെടുന്ന മറ്റൊന്നിനും സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കി അവൾ തീരുമാനം എടുക്കുക, ഞാൻ പോയി ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മുട്ടുമടക്കേണ്ട സാഹചര്യം മുട്ടുമടക്കാതിരുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം കോംപ്ലിക്കേഷൻസ്, നമ്മൾ ദൈവം ആഗ്രഹിക്കാത്ത എന്തെല്ലാം പ്രശ്നങ്ങളോടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഏലിയാവിന്റെ ലൈഫിനെ കുറിച്ച് പഠിക്കുമ്പോഴും അവിടെ ഒരു കാര്യം കൂടി ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. ഏലിയാവിന്റെ 2 കിങ്സ് 1 രാജാക്കന്മാർ 18:42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ഏലിയാവ് അഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് പറഞ്ഞു. അഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് അഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശവും മേഘം കാറ്റും കൊണ്ട് കറുത്ത് വൻ മഴ പെയ്തു.
അഹാബ് രഥം കയറി ഇസ്രായേലിലോട്ട് പോയി. സ്തോത്രം. എന്നാൽ അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം, ഹാലലു അഹാബിന് മുന്നേ രഥമുറപ്പിച്ച് ഹാലലിയ ഓടുവാനായിട്ട് ദൈവം ആ ഏലിയാവിനെ സഹായിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. എങ്ങനെ ഏലിയാവിന് ഈ ധൈര്യമുണ്ടായത്? ഈ കോൺഫിഡൻസ് ഏലിയാവിന് എവിടെ നിന്നാണ് ലഭിച്ചത്? സ്തോത്രം. ഹാലല മുൻ വാക്യങ്ങൾ വായിച്ചതുപോലെ സ്തോത്രം, കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ കാലുകളുടെ നടുവിൽ വെച്ച്, ഒരു വല്ലാത്ത പോസ്ചറാണ് നമ്മൾ സാധിക്കുമെന്നറിയത്തില്ല നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഏലിയാവിന്റെ ഒരു പ്രാർത്ഥനാ ശൈലി അതായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓരോ പ്രാർത്ഥനാ ശൈലിയിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ ഹാലലുയ ഒരു വിഷയത്തിന് മുൻപ്, ഒരു സിറ്റുവേഷന് അതിജീവിക്കുന്നതിന് മുൻപ്, പ്രയാസത്തിന് മുൻപ്, അല്ലെങ്കിൽ അതോറിറ്റിയോട്, ഇപ്പൊ അഹാബ് എന്ന് പറയുമ്പോൾ രാജാവിനോട് സംസാരിക്കാൻ പോകുന്നത്, ഒരു കാര്യം അറിയിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയ്ക്ക് കൺഫർമേഷൻ വേണം അതിന്. സ്തോത്രം. അതിന് മുന്നേ എലിയാവ് ചെയ്ത കാര്യം, ദൈവസന്നിധിയിൽ പോയി മുഴങ്കാലിരിക്കുകയാണ്, മുറ്റുമേലിരിക്കുകയാണ്, തമ്പുരാനോട് പറയുകയാണ്. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഏത് വിഷയത്തിന് മുന്നിലും നാം തുറക്കുന്നതിന് മുൻപ് സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ മുട്ടുകളെ മടക്കിയിട്ട് തുറക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിന് നമ്മൾ ഹല്ലേലൂയ അതിശയിക്കാൻ അപ്പുറമായ മറുപടികളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. ഈ പകൽക്കാലം നമ്മളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ സ്തോത്രം, ആ വിഷയത്തില് നാം ഒരുപക്ഷെ അധികാരികളോട് സംസാരിക്കുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, നമ്മൾ ഒരു പക്ഷെ സംസാരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കാം, ഇന്ന രീതിയിൽ ഇടപെടാമെന്ന്. പക്ഷെ അതിനു മുന്നേ ദൈവസേനയിൽ ആ വിഷയത്തെ മാത്രം വെച്ചുകൊണ്ട് ദൈവസേനയിൽ ഒന്നിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, കർത്താവിനോട് ആ വിഷയം കൊണ്ട് പങ്കിട്ടതിന് ശേഷം നമ്മൾ തുറക്കുന്നുവെങ്കിൽ, ഈ വചനപ്രകാരം സത്യമായിട്ട് വിളിച്ചു പറഞ്ഞു, തീർച്ചയായിട്ടും കർത്താവ് വിഷയത്തിന്റെ മധ്യ മറുപടിയെ തന്നിരിക്കും. ഒരു മാറ്റവുമില്ല. കർത്താവിന്റെ മറുപടി തന്നെയാണ്. ആ മറുപടി കർത്താവ് തന്നിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും പലപ്പോഴും നമ്മൾ ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ സ്തോത്രം, അതിന്റെ മറുപടികൾ സ്തോത്രം പലപ്പോഴും വലിയ അപകടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങളാക്കിയ സദൃശവാക്യങ്ങൾ 19:2 പറയുന്നത് പോലെ, പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചു പോകുന്നു. സ്തോത്രം. അതായത് ചാടിക്കേറിയൊക്കെ നമ്മൾ പല ഡിസിഷൻസ് എടുക്കുമ്പോൾ, യെസ് മറുപടി പലതിനും കൊടുക്കുമ്പോൾ നമ്മുടെ കാല് വഴുതി പോകാനും പിഴച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ പരിജ്ഞാനത്തിലൂടെ മനസ്സെന്ന് പറയുമ്പോൾ, പരിജ്ഞാനമുള്ള മനസ്സെന്ന് പറയുന്നത് ദൈവസ്ഥനിൽ ഇരിക്കുന്ന മനസ്സാണ്, ദൈവസ്ഥനിൽ ഇരിക്കുന്ന ഹൃദയമാണ്. ആ ഹൃദയത്തിന് ദൈവം പരിജ്ഞാനത്താൽ നിറയ്ക്കും, വഴികളെ ദൈവം ഉപദേശിച്ചു തരും. ഒരുപക്ഷെ നമ്മളോട് ദൈവം നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും നമ്മോട് സംസാരിക്കേണ്ട ആളുകളെ ദൈവം ഒരുക്കും, സാഹചര്യങ്ങളോട് ദൈവം നമ്മൾ സംസാരിക്കും, നമുക്ക് വേണ്ട ആലോചനകളെ കർത്താവ് പകർന്നു തരും. ഒരുപക്ഷെ ഒരു മറുപടി കേട്ടില്ലെങ്കിൽ പോലും ദൈവസേന ഇരുന്നിട്ട് നമ്മളൊന്ന് എഴുന്നേറ്റേ, ഹാലലൂയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളെ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ഹാലലു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയില് നമ്മൾ ഭാരപ്പെടുന്ന എന്ത് വിഷയമായിക്കോട്ടെ, ഇത് നമ്മുടെ ഒരു സ്ട്രാറ്റജി ആക്കണം. ഏത് വിഷയത്തിന് മുന്നിലും, നിസ്സാര കാര്യമായിക്കോട്ടെ സ്തോത്രം, ഒരു കടയിൽ പോകുന്ന വിഷയമാണെങ്കിലും, എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുന്ന വിഷയമാണെങ്കിലും, ഏത് വിഷയത്തിന് മുന്നിലും ഇത് നമ്മുടെ ഒരു ശീലമാക്കണം. കർത്താവിന്റെ സന്നിധി ഒന്ന് മുട്ടുമടക്കി അപ്പനോട് ആ വിഷയത്തെ ഒന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു കൺഫർമേഷൻ നമ്മൾ സ്വീകരിച്ചിട്ട് ആ വിഷയത്തിൽ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ സ്തോത്രം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ജയങ്ങളെ കർത്താവ് നമ്മുടെ ലൈഫിൽ നൽകി തരിക തന്നെ ചെയ്യും. വചനപ്രകാരം അത് സത്യമായി നമ്മുടെ ലൈഫിൽ നടക്കും. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലിയിലായിക്കോട്ടെ, നമ്മുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും, അല്ലെ എസ്പെഷ്യലി നമ്മൾ അധികാരികളോടോ സിസ്റ്റത്തോടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് ദിവസം ഒന്ന് മുട്ടുമടക്കുക, എന്നിട്ട് നമ്മൾ സംസാരിക്കുക. അത് നമ്മുടെ ശീലമാകട്ടെ. കർത്താവ് ആവശ്യങ്ങളുടെ മധ്യ തീർച്ചയായും മറുപടികളെ കൽപ്പിക്കും. നമ്മൾ അതിന് ഭാരപ്പെട്ടോ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ മറുപടികളെ താമസിക്കുകയില്ല. തക്ക സമയത്ത് ദൈവിക മറുപടികളെ തന്ന് കർത്താവ് നമ്മെ സഹായിക്കും. നമ്മളെ ഭാരപ്പെടുകയോ ഭയപ്പെടുകയല്ല, മറിച്ച് ഇത് നമ്മുടെ ആയുധമാണ്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആയുധമിട്ട് നിൽക്കുന്ന ഒരു പോരാളിയെ കാണുമ്പോൾ പെട്ടെന്നൊന്നും മറപ്പാക്കി നിൽക്കുന്ന ഒരാൾ അടുക്കത്തില്ല. അവൻ സ്ട്രാറ്റജിയോടെ മുന്നോട്ട് വരും. അപ്പൊ പിശാച് എപ്പോഴും പല സ്ട്രാറ്റജി ആയിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രെയർ ആണ്. സ്തോത്രം. ആ പ്രാർത്ഥനയാകുന്ന സ്ട്രാറ്റജിയിൽ എപ്പോഴും നമ്മൾ ഒരു ആയുധധാരിയെ പോലെ നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മൾക്ക് മുമ്പിൽ മടങ്ങാതെ ഉറപ്പിച്ചതുപോലെ
ഹാലലുയ. ശത്രുവിന്റെ മുമ്പിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും നമ്മുടെ കാൽ കീഴിലാക്കുക. സ്തോത്രം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്കും നമ്മളോട് പുറപ്പെടുന്ന അധികാരത്തിന്റെ ശബ്ദത്തിനും കഴിയും എപ്പോൾ നാം പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുമ്പോൾ. സ്തോത്രം. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരതിനായി ബലപ്പെടുത്തിട്ട് സഹായിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.